ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന കുറച്ച് മോഡൽ ചോദ്യങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്താം. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ മറ്റു വിഷയങ്ങളുടേത് വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലഭിക്കാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85 ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അതിൻ്റെയൊക്കെ ലിങ്കുകൾ അയച്ചു തരാം. നമ്മൾ ചോദ്യപേപ്പറുകളൊക്കെ ഇതുവരെ കഴിഞ്ഞ എല്ലാ എക്സാമിൻ്റെയും മോഡൽ ചോദ്യപേപ്പറുകളൊക്കെ തയ്യാറാക്കിയതിൻ്റെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ലിങ്കുകൾ അയച്ചു തരാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. അപ്പോൾ നമ്മൾ പ്രത്യേക ഒരു കാര്യം പറയുകയാണ്, നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസ് ചോദ്യപേപ്പറിൻ്റെ ഒക്കെ എന്നോ ചെയ്തതാണ്. അതൊക്കെ നമുക്ക് ചോദ്യപേപ്പറുകൾ ഫോണിൽ സേവ് ചെയ്ത് വെക്കാനോ PDF ആക്കി എടുത്ത് വെക്കാനോ ഒന്നും കഴിയൂല. അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ടാണ് എല്ലാവരും മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാതെ വെക്കുക. നമുക്ക് ഏതെങ്കിലും PDF ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരും, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഫിഖ്ഹുൽ ഇസ്ലാമിൽ 1ാമത്തെ ചാപ്റ്റർ വരുന്നത് അഫ്ളലു ദിക്റാണ്. അഫ്ളലു ദിക്ർ. അപ്പോൾ ഈ വീഡിയോയിൽ എത്ര പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയും നമ്മൾ സമയത്തിൻ്റെ പരിധിക്കനുസരിച്ച് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുക. ബാക്കി പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുത്താം. അഫ്ളലു ദിക്ർ എന്നാണ് ദിക്റുകളിൽ ശ്രേഷ്ഠമായത്. ദിക്റുകളിൽ ശ്രേഷ്ഠമായതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. പാവപ്പെട്ട സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. എന്തായിരുന്നു പരാതി പറഞ്ഞത്? പണക്കാർ കൂടുതൽ പ്രതിഫലങ്ങൾ നേടുന്നു, ഞങ്ങളെപ്പോലെ അവർ നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, അതോടെ അവർ ദാനധർമ്മങ്ങളും ചെയ്യുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാവപ്പെട്ട സഹാബികൾ പരാതി പറഞ്ഞത്. മനസ്സിലാക്കുക, പണക്കാർക്ക് നിസ്കാരവും നോമ്പും അതുപോലെ തന്നെ അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാനും കഴിയുന്നുണ്ട്. അതാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? അതുപോലെ പാവപ്പെട്ട ഞങ്ങൾക്ക് നിസ്കാരവും നോമ്പും ചെയ്യാനേ കഴിയുന്നുള്ളൂ, സ്വതക്ക ചെയ്യാൻ ദാനധർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കൊടുത്ത പരിഹാരം എന്ത്? അവർക്ക് പറഞ്ഞു കൊടുത്ത പരിഹാരം എന്താണ്? എല്ലാ നിസ്കാര ശേഷവും അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാ എന്നിവ ഓരോന്നും 33 തവണ ചൊല്ലുക. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് 33 തവണ. ഏതൊക്കെ? സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. ഇത് 33 തവണയും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഇത് ഒരു തവണയും ചൊല്ലാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പരിഹാരം പറഞ്ഞു കൊടുത്തത്. മനസ്സിലാക്കുക. അത് ചെയ്താലുള്ള പ്രതിഫലം എന്താണ്? സമുദ്രത്തിലെ നുരയോളം നിങ്ങൾക്ക് പാപങ്ങളുണ്ടെങ്കിൽ അവ പൊറുക്കപ്പെടും. നിസ്കാരശേഷം ഈ ദിക്റുകൾ ചൊല്ലിയാലുള്ള നേട്ടമെന്ത്? ചോദ്യം വന്നാലോ? സമുദ്രത്തിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിൽ അവ പൊറുക്കപ്പെടും. മനസ്സിലാക്കുക. നിസ്കാരശേഷം ഓതാവുന്ന സ്വർഗപ്രവേശനത്തിന് മരണമല്ലാത്ത മറ്റൊന്നും തടസ്സമില്ല. നിസ്കാരശേഷം ഡാഷ് ഓതുന്നവന് സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ തടസ്സമില്ല. എന്തോതുന്നവർക്കാണ്? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഓതുന്നവർക്ക് സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ തടസ്സമില്ല. അവർക്ക് പിന്നെ അവിടെ മരണം മാത്രം മതി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ അത് മരണമല്ലാത്ത തടസ്സമില്ല സ്വർഗപ്രവേശനത്തിന്. ആർക്ക് എന്ന് ചോദിച്ചാൽ നിസ്കാരശേഷം ആയത്തുൽ കുർസി ഓതുന്നവർക്ക്. മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിനൊരു ചോദ്യം കൂടി വരാം. എന്താ? നിസ്കാരശേഷം ആയത്തുൽ കുർസി ഓതുന്നവന് സ്വർഗപ്രവേശനത്തിന് ഡാഷ് അല്ലാതെ മറ്റൊന്നും തടസ്സമില്ല. മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയും ചോദ്യം വരാമെന്ന്. അടുത്തത് സുബഹിനും മഗ്‌രിബിനും ശേഷം
10 തവണ ചെല്ലണം. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് സുബ്ഹിനും മഗ്രിബിനും ശേഷം 10 തവണ ചൊല്ലണം. അപ്പോൾ അത് ചോദ്യം വരും. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് 10 പ്രാവശ്യം ചൊല്ലണം. എപ്പോഴാണ്? സുബ്ഹിനും മഗ്രിബിനും ശേഷം. സുബ്ഹി നിസ്കാരത്തിൻ്റെയും മഗ്രിബ് നിസ്കാരത്തിൻ്റെയും ശേഷം 10 പ്രാവശ്യം ചൊല്ലണം. അതുപോലെ തന്നെ സുബ്ഹിനും മഗ്രിബിനും ശേഷം 7 പ്രാവശ്യം ചൊല്ലണം. എന്താണ്? അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. മനസ്സിലാക്കുക. സുബ്ഹിനും മഗ്രിബിനും ശേഷം അല്ലാഹുമ്മ അജിർനീ മിനന്നാർ എന്ന ദിക്ർ എത്ര പ്രാവശ്യം ചൊല്ലണം? 7 പ്രാവശ്യം ചൊല്ലണം. മീസാനിനെ നിറക്കുന്ന ദിക്ർ ഏത്? മീസാനിനെ നിറക്കുന്ന ദിക്ർ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ തംലഉൽ മീസാൻ. അർത്ഥം എഴുതുക. എന്താണ്? അൽഹംദുലില്ലാ തംലഉൽ മീസാൻ. മീസാനിനെ നിറക്കും. അൽഹംദുലില്ലാ മീസാനിനെ നിറക്കും. എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലാനുള്ള ദിക്റുകളൊക്കെ പറയുന്നുണ്ട് ഇവിടെ. അസ്തഗ്ഫിറുല്ലാ 3 തവണ. നിസ്കാര ശേഷം 3 തവണ ചൊല്ലണം. എന്താണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 തവണ ചൊല്ലണം. അപ്പോൾ അവിടെയൊക്കെ ദിക്റുകൾ പറയുന്നുണ്ട്. അതൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. എന്താണ്? മിൻ കുല്ലി ദംബിം ഡാഷ് വാതൂബ് ഇലൈഹ്. അപ്പോൾ അവിടെ ഇടയിൽ വഹത്തിയാത്തീൻ എന്നൊക്കെ വിട്ടു തരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ദിക്ർ മുഴുവനും മനസ്സിലാക്കി പഠിക്കുക. ആയത്തുൽ കുർസി പഠിക്കുക. അതിനൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. മനസ്സിലാക്കുക. നിസ്കാര ശേഷം 10 പ്രാവശ്യം ചൊല്ലണം. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് 10 പ്രാവശ്യം ചൊല്ലണം. സുബ്ഹിനും മഗ്രിബിനും പ്രത്യേകം ചൊല്ലണം. എന്നൊക്കെ ചോദിച്ചാൽ ആ ദിക്റുകൾ എഴുതാൻ കഴിയണം നമുക്ക്. അപ്പോൾ അത്രയാണ് ഒന്നാമത്തെ പാഠം. ഇനി രണ്ടാമത്തെ പാഠം വസ്ജുദൂലില്ല, സഹ്വിൻ്റെ സുജൂദിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. എന്താണ്? അബ്ആദ് സുന്നത്തുകൾ. അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടാൽ നമുക്ക് സഹ്വിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാം. എന്നാൽ അബ്ആദ് സുന്നത്തുകളല്ലാതെ ഹൈആത്ത് സുന്നത്തുകളിൽ നിന്ന് ഒന്ന് മറന്നാൽ സഹ്വിൻ്റെ സുജൂദില്ല. അബ്ആദ് സുന്നത്തും ഹൈആത്ത് സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം ചോദ്യം വരാം. അപ്പം എന്താണ്? അബ്ആദ് സുന്നത്തുകളിൽ ഒന്ന് മറന്നാൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യാം. എന്നാൽ ഹൈആത്ത് സുന്നത്തുകളിൽ നിന്ന് ഒന്ന് മറന്നാൽ സഹ്വിൻ്റെ സുജൂദില്ല. മനസ്സിലാക്കി പഠിക്കുക. ഏതൊക്കെയാണ് അബ്ആദ് സുന്നത്തുകൾ? അബ്ആദ് സുന്നത്തുകൾ എത്ര? അബ്ആദ് സുന്നത്തുകൾ 7 സുബ്ഹിലും റമളാൻ അവസാന വക്തിലെ ഡാഷിലുമുള്ള കുനൂത്ത്. എന്തിലുള്ള കുനൂത്താണ്? വിട്ടഭാഗം പൂരിപ്പിക്കാൻ വന്നതാണ്. ഡാഷ് എന്താണ്? വിത്തിറിലുമുള്ള കുനൂത്ത്. അത് മറന്നാൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. സുബ്ഹിലും റമളാൻ അവസാന പത്തിലെ വിത്തിറിലുമുള്ള കുനൂത്ത് മറന്നാൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യാം. ഒന്നാമത്തെ അത്തഹിയാത്ത് മറന്നാൽ, ഒന്നാമത്തെ അത്തഹിയാത്തിനും സ്വലാത്തിനും ഇരിക്കാൻ മറന്നാൽ, അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്ത് മറന്നാൽ, കുനൂത്തിന് നിൽക്കാൻ മറന്നാൽ, കുനൂത്തിനും സ്വലാത്തിനും ശേഷമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് മറന്നാൽ, കുനൂത്തിന് ശേഷമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് മറന്നാൽ, അവസാനത്തെ അത്തഹിയാത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള സ്വലാത്ത് മറന്നാൽ, അപ്പോൾ ഇതൊക്കെ മറന്നാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. സലാമിന് മുമ്പ് ആണ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. സലാമിന് മുമ്പാണ്. സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. എപ്പോൾ എന്നാണ് ചോദ്യം. എന്താണ്? സലാമിൻ്റെ തൊട്ട് മുമ്പാണ്. അബ്ആദ് സുന്നത്ത് ഒഴിവായാൽ ഡാഷ് സുജൂദ് ചെയ്യൽ സുന്നത്താണ്. എന്ത് സുജൂദാണ്? സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ. അതേപോലെ തന്നെ കുനൂത്ത് ഓതാൻ മറന്നാൽ
എന്തു ചെയ്യണം? കുനൂത്ത് ഓതാൻ മറന്നാൽ എന്തു ചെയ്യണം എന്ന് വെച്ചാൽ സലാമിൻ്റെ മുമ്പായി സഹവിൻ്റെ സുജൂദ് ചെയ്യണം. ഹൈആത്ത് സുന്നത്തിന് ഒരു ഉദാഹരണം എഴുതുക. എന്തേതാ? റുക്കോയിലെ ദിക്റ്, സുജൂദിലെ ദിക്റ്, അതൊക്കെ ഹൈആത്ത് സുന്നത്തിന് ഉദാഹരണമാണ്. നമുക്ക് ഓപ്ഷൻ തരും അബ്ആൽ സുന്നത്ത് ഏതെന്ന് കണ്ടെത്താൻ. റുക്കോയിലെ ദിക്റ്, അവസാനത്തെ അത്തഹിയാത്ത്, ഒന്നാമത്തെ അത്തഹിയാത്ത്. അപ്പം അതിൽ എന്താണ്? ഒന്നാമത്തെ അത്തഹിയാത്താണ് അബ്ആൽ സുന്നത്ത്. റുക്കോയിലെ ദിക്റും അവസാനത്തെ അത്തഹിയാത്തൊക്കെ ഹൈആത്ത് സുന്നത്താണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഓപ്ഷന് നന്നായി ശ്രദ്ധിക്കണം. ആദ്യത്തെ അത്തഹിയാത്ത് അവസാനത്തെ അത്തഹിയാത്ത് വന്നാൽ അതിൽ ഒന്നാമത്തെ അത്തഹിയാത്താണ്, ആദ്യത്തെ അത്തഹിയാത്താണ് അബ്ആൽ സുന്നത്ത്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെന്താണ്? അബ്ആൽ സുന്നത്തുകൾ 7 കാണാതെ പഠിക്കുക. വിവരിക്കാൻ വരും അവസാനം അബ്ആൽ സുന്നത്തുകളെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ. അപ്പം അത് 7 എഴുതി വെക്കണം. അപ്പോൾ നന്നായി പഠിക്കാം. സുജൂദു സഹവി കുബൈലസ്സലാം, സുജൂദു സഹവി കുബൈലസ്സലാം. അപ്പോൾ അവിടെ സുജൂദ് ഡാഷ് കുബൈലസ്സലാം എന്ന് വിട്ട ഭാഗം പൂരിക്കാൻ വന്നാൽ അത് എഴുതാൻ കഴിയണം. അതിൻ്റെ അർത്ഥം പഠിക്കുക. സലാമിൻ്റെ തൊട്ട് മുമ്പാണ് സുജൂദു സഹവ്, സുജൂദു സഹവ്. അടുത്തത് 3ാമത്തെ പാഠം. ലാ തുബിത്തിലു അമാലക്കും. എന്താ പറയുന്നത്? നിസ്കാരത്തിന് ഷർത്തുകളും ഫർളുകളുമുണ്ട്. അതിലേതെങ്കിലും ഒന്നിന് ഭംഗം വന്നാൽ ഡേഷ് എന്താണ്? നിസ്കാരം ബാത്തിലാകും. ഷർത്തിനും ഫർളിനും ഡേഷ് വന്നാൽ നിസ്കാരം ബാത്തിലാകും. എന്ത് വന്നാലാണ്? ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കി പഠിക്കുക. 3 ചലനങ്ങൾ ഉണ്ടായാൽ, തുടർച്ചയായി 3 ചലനങ്ങൾ ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാകും. ഖുർആനെ ദിക്റ് വചനമല്ലാത്ത 2 അക്ഷരമോ അർത്ഥമുള്ള 1 അക്ഷരമോ ഒഴിഞ്ഞാലും നിസ്കാരം ബാത്തിലാകും. അപ്പൊക്കെ ഇനിയും പറയുന്നുണ്ട്, അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഫേലിയായ റുക്കിനെ മനഃപൂർവ്വം വർദ്ധിപ്പിക്കൽ നിസ്കാരം ബാത്തിലാകും. ഫേലിയായ റുക്കിനെ മനഃപൂർവ്വം വർദ്ധിപ്പിക്കൽ. ഫേലിയായ റുക്കിന് എന്ന് പറഞ്ഞാൽ റുക്കൂ സുജൂദ്, അതാണ് ഫേലിയായ റുക്കിനുകൾ. അപ്പം അത് മനഃപൂർവ്വം വർദ്ധിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാകും. ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും. എന്തിന്? ഷർത്തിനും ഫർളിനും ഭംഗം വന്നാൽ. 1 അക്ഷരം ഒഴിഞ്ഞാലും നിസ്കാരം ബാത്തിലാകും. എങ്ങനെയുള്ള 1 അക്ഷരമാണ്? ഖുർആനെ ദിക്റ് വചനങ്ങളല്ലാത്ത 1 അക്ഷരമോ അർത്ഥമുള്ള 1 അക്ഷരമോ 2 അക്ഷരമോ ഒഴിഞ്ഞാലും നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൻ്റെ ഫർളുകൾ എത്ര ഇനമാണ്? നിസ്കാരത്തിൻ്റെ ഫർളുകൾ 3 ഇനമാണ്. നിസ്കാരത്തിൻ്റെ ഫർളുകൾ 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? കൽബിയ്യ്, ഫേലിയ്യ്, കൗലിയ്യ്. കൽബിയ്യ് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടുള്ള റുക്ന്, അത് നിയ്യത്താണ്. ഫേലിയ്യ് പറഞ്ഞാൽ പ്രവർത്തനം കൊണ്ടുള്ളത്, അത് റുക്കൂ സുജൂദ് പോലുള്ള പ്രവർത്തനങ്ങളാണ്. കൗലിയ്യ് എന്ന് പറഞ്ഞാൽ വാചകം കൊണ്ടുള്ള റുക്ന്. അപ്പം അത് നമ്മൾ ചെല്ലുന്ന ഫാത്തിഹ, വജ്ഹത്ത് പോലുള്ള റുക്ന്, അതാണ് കൗലിയ്യ്. സ്വന്തം ശരീരം കേൾക്കത്തക്ക രീതിയിൽ ചൊല്ലുന്ന വാചകങ്ങൾക്കാണ് കൗലിയ്യ് എന്ന് പറയുന്നത്. അങ്ങനെ 3 ദിക്റുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പാഠഭാഗത്തിൽ പറയുന്നില്ല, നിങ്ങൾ തദ്രിബാത്തിൻ്റെ ഭാഗത്ത് അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക.
നജസോടുകൂടി ഡാഷ് ശരിയാവുകയില്ല നിസ്കാരം. നജസോടുകൂടി നിസ്കാരം ശരിയാവുകയില്ല. നിസ്കാരം മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെ, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അപ്പം അത് ഇതിൽ പറഞ്ഞതുണ്ട്. നന്നായിട്ട് പഠിക്കുക. നിസ്കാരത്തിൽ നിയ്യത്തിൽ സംശയിക്കുക, ഫർളിനെ ഫർളല്ലെന്ന് കരുതുക, തമാശയായി വല്ലതും ചെയ്യൽ, നോമ്പ് മുറിയുന്ന വല്ല കാര്യമുണ്ടാവല്ലോ, അതായത് വല്ലതും ചവയ്ക്കൽ, ചവച്ചിറക്കൽ, അതൊക്കെയാണ് ഇവിടെ നോമ്പ് മുറിയുന്ന വല്ല കാര്യം ഉണ്ടാകലെന്ന് പറയുന്നത്. അപ്പം അത് മനസ്സിലാക്കുക. ഫെയിലിയായ റുക്കിനിനെ വർദ്ധിപ്പിക്കൽ, അതൊക്കെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളാണ്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ പാടത്ത് നിന്നൊക്കെ മനസ്സിലാക്കി എഴുതുക. അപ്പം ഇത്ര ഇതിന്ന് പഠിക്കുക. വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും. ലാ തസിഹു ഡാഷ് ബിൻ നജസി സ്വലാത്ത്. ലാ തസിഹു സ്വലാത്ത് ബിൻ നജസി, നജസോടുകൂടി നിസ്കാരം ശരിയാവുകയില്ല. അടുത്തത് നമ്മൾ 4ാമത്തെ പാഠം ബൈത്തും ഫിൽ ജന്ന. എന്താണിതിൽ? പുണ്യങ്ങളുടെ പൂക്കാലമാണ് എന്ത്? റമദാന്. റമദാന് പുണ്യങ്ങളുടെ പൂക്കാലമാണ്. പുണ്യങ്ങളുടെ പൂക്കാലം ഡാഷ് തരും. റമദാൻ ടിക്ക് ദ ഓപ്ഷനിലൊക്കെ വരാം. റമദാൻ എന്നത് മാച്ച് ചെയ്യാൻ വരാം, ഒക്കെ വരാം. അപ്പോൾ അത് ഈ പോയിന്റ് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഒരു നന്മക്ക് 700 ഇരട്ടിയും അതിലധികവും പ്രതിഫലം ലഭിക്കും. ഒരു നന്മക്ക് 700 ഇരട്ടിയും അതിലധികവും പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്. ഒരു നന്മക്ക് 700 ഇരട്ടിയും അതിലധികവും പ്രതിഫലം ലഭിക്കുന്ന മാസം ഏതാണ്? റമദാന്. റമദാനിൽ ഒരു നന്മക്ക് എത്ര പ്രതിഫലം ലഭിക്കും? അങ്ങനെ ചോദ്യം വന്നാലാ 700 ഇരട്ടിയിലധികം പ്രതിഫലം ലഭിക്കും. അങ്ങനെ മനസ്സിലാക്കുക. പിന്നെന്താണ് ഏത്തിക്കാഫിൻ്റെ നെയ്യത്ത്? എന്ത് ഏത്തിക്കാഫിൻ്റെ നെയ്യത്ത് അതിൽ അടയാളപ്പെടുത്തി വെച്ച് പഠിക്കുക. ഏത്തിക്കാഫ് വളരെയധികം പുണ്യമുള്ളതാണ്. വളരെയധികം പുണ്യമുള്ള ഒരു അമലാണ്. ഓപ്ഷനിൽ തരാം ഏത്തിക്കാഫ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഏത്തിക്കാഫിൻ്റെ റമദാനിലുള്ള ഏത്തിക്കാഫിന് പ്രത്യേക പ്രതിഫലമുണ്ട്. റമദാനിലെ ഏത്തിക്കാഫിൻ്റെ പ്രതിഫലം വളരെ കൂടുതലാണ്. ഏത്തിക്കാഫിൻ്റെ നിയ്യത്ത് എന്താണ്? നവൈത്തുൽ എഴുത്തിക്കാഫ. നവൈത്തുൽ എഴുത്തിക്കാഫ ഫി ആദിഹി മസ്ജിദില്ലാഹി തആല. ഈ മസ്ജിദിൽ അല്ലാഹു തആലാക്ക് എഴുത്തിക്കാഫ് ചെയ്യാൻ ഞാൻ കരുതിയാൽ മതി. നിയ്യത്ത്, അതാണ് നിയ്യത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എഴുത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു. എപ്പോഴാണ്? റമദാനിലെ അവസാനത്തെ 10 ദിവസം. റമദാനിലെ അവസാനത്തെ 10 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എഴുത്തിക്കാഫ് ചെയ്യാറുണ്ടായിരുന്നു. മനസ്സിലാക്കുക. സുന്നത്തുകൾക്ക് ഫർളുകളുടെ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്. സുന്നത്തുകൾക്ക് ഫർളുകളുടെ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് റമദാന്. റമദാനിൽ സുന്നത്തുകൾ ധാരാളം ചെയ്യണം. അത് ഫർളുകളുടെ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്. സുന്നത്ത് ചെയ്താലും ഫർളിൻ്റെ പ്രതിഫലം ലഭിക്കും. അപ്പോൾ വിട്ടഭാഗം പൂരിപ്പിക്കാനൊക്കെ വരാം. സുന്നത്തുകൾക്ക് ഡാഷിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്. രണ്ടോടത്തും ഡാഷൊക്കെ വരാം. റമദാൻ അങ്ങനെയും തരാം. സുന്നത്തുകൾക്ക് ഫർളിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന മാസം ഡാഷ് റമദാൻ. അപ്പോൾ സുന്നത്തുകൾക്ക് ഡാഷിൻ്റെ പ്രതിഫലം, ഫർളിൻ്റെ പ്രതിഫലം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതങ്ങനെ നമുക്ക് ചോദ്യം കണ്ടാൽ അങ്ങോട്ട് പറയാൻ കഴിയണം ബാക്കി കാര്യങ്ങൾ. അപ്പം അത് നന്നായിട്ട് ആ പോയിന്റ് പഠിക്കാം. പിന്നെന്താ? ഖിയാമ നാളിൽ ഫർളിലെ പോരായ്മകൾ പരിഹരിക്കും. എന്താണ്? സുന്നത്തുകൾ കൊണ്ട് ഫർളുകളിലെ കുറവുകൾ പരിഹരിക്കും. സുന്നത്തുകൾ കൊണ്ട് ഫർളിൻ്റെ കുറവുകൾ പരിഹരിക്കും ഖിയാമത്ത് നാളിൽ. മനസ്സിലാക്കുക. സുന്നത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹു തആല അവൻ കേൾക്കുന്ന കാതും കണ്ണുമാകും. സുന്നത്തുകൾ കൊണ്ട് അള്ളാഹു തആലയിലേക്ക് അടുത്താൽ അള്ളാഹു തആല കേൾക്കുന്ന കണ്ണും കാതുമാവും. അവൻ കേൾക്കുന്ന കണ്ണും കാതുമാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അവൻ ചോദിച്ചാൽ ഞാൻ കൊടുക്കും. അവൻ കാവൽ തേടിയാൽ ഞാൻ സംരക്ഷണം നൽകും. അതൊക്കെ വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും. കാവൽ തേടിയാൽ
ഞാൻ സംരക്ഷണം നൽകും. സുന്നത്തുകളിൽ ഏറ്റവും പ്രതിഫലമുള്ളത് സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ്. സുന്നത്തുകളിൽ ഏറ്റവും പ്രതിഫലമുള്ളത് സുന്നത്ത് നിസ്കാരങ്ങളാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ എത്ര വിധം? 2 വിധം. സുന്നത്ത് നിസ്കാരങ്ങൾ എത്ര വിധമാണ്? 2 വിധമാണ്. ജമാഅത്ത് സുന്നത്തുള്ളവയും ഇല്ലാത്തവയും. സുന്നത്ത് നിസ്കാരങ്ങൾ എത്ര വിധം? 2 വിധം. ഏതൊക്കെ? ജമാഅത്ത് സുന്നത്തുള്ളവയും ജമാഅത്ത് സുന്നത്ത് ഇല്ലാത്തവയും. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ നിന്ന് 4 എണ്ണം എഴുതുക. ചോദ്യം വരും. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ നിന്ന് 4 എണ്ണം എഴുതുക. അപ്പോൾ നമുക്കിവിടെ വന്ന നിസ്കാരങ്ങൾ പഠിക്കുക. ഏതൊക്കെയാണ്? 2 പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, തറാവീഹ്, റമളാനിലെ വിത്തർ നിസ്കാരം എന്നിവ ജമാഅത്ത് സുന്നത്തുള്ളവയാണ്. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് 4 എണ്ണം 2 എണ്ണം എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇനി ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങൾ ചോദിച്ചാൽ റവാത്തിബ് സുന്നത്തുകൾ, ലുഹാ നിസ്കാരം, തഹിയ്യത്ത് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, അവ്വാബീന്, തസ്ബീഹ് നിസ്കാരം എന്നിവ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളാണ്. എന്താണ് റവാത്തിബ് നിസ്കാരം? റവാത്തിബ് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നിസ്കാരമാണ് റവാത്തിബ്. ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നിസ്കാരമാണ് റവാത്തിബ്. 1 വേർഡ് ചോദ്യത്തിന് ആൻസർ ആയിട്ട് വരും. ടിക്ടോ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഒക്കെ നോക്കാം, മനസ്സിലാക്കാം. ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള നിസ്കാരമാണ് റവാത്തിബ് നിസ്കാരം. നാം പതിവാക്കേണ്ട സുന്നത്ത് നിസ്കാരമാണ്. നാം പതിവാക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടും റവാത്തിബ് ഓപ്ഷനിൽ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ലുഹർ, അസർ, റവാത്തിബ് എന്ന 3 ഓപ്ഷൻ തന്നെ നമുക്ക്. അപ്പോൾ ലുഹർ, അസറൊക്കെ എന്താണ്? ഫർള് നിസ്കാരങ്ങളാണ്. സുന്നത്ത് വരുന്നത് റവാത്തിബാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ കഴിയണം. പിന്നെന്താണ്? റവാത്തിബ് നിസ്കാരങ്ങൾ 22 റക്അത്താണ്. റവാത്തിബ് നിസ്കാരങ്ങൾ 22 റക്അത്താണ്. അപ്പോൾ അത് ലുഹറിൻ്റെ മുമ്പ് 4, ശേഷം 4, അസറിൻ്റെ മുമ്പ് 4, മഗ്രിബിൻ്റെ മുമ്പും ശേഷവും 2, ഇശായിന് മുമ്പ് 2, ശേഷം 2, സുബ്ഹിൻ്റെ മുമ്പ് 2. അങ്ങനെയാണ് 22 റവാത്തിബ് നിസ്കാരങ്ങൾ. ഇങ്ങനെയാണ്. അതിൽ മുഅക്കദായത് 10 എണ്ണമാണ്. 10 എണ്ണം. റവാത്തിബ് മുഅക്കദായത് 10 റക്അത്താണ്. 10 റക്അത്തുകൾ. അപ്പോഴൊക്കെയാണ് ലുഹറിൻ്റെ മുമ്പ് ശേഷം 2. 22-ലാവുമ്പോൾ ലുഹറിൻ്റെ മുമ്പ് 4 ശേഷം 4. അതിപ്പോൾ മുഅക്കദായപ്പം മുമ്പും ശേഷം 2 റക്അത്ത് വീതമായി. അസറിനില്ല. മഗ്രിബിന് ശേഷം 2 മുമ്പില്ല. ഇശായിന് ശേഷം 2 മുമ്പില്ല. സുബ്ഹിൻ്റെ മുമ്പ് 2. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. മുഅക്കദായ സുന്നത്ത് നിസ്കാരങ്ങൾ 10 അതിലേതെങ്കിലും 2 എണ്ണത്തിൻ്റെ 2 നേരം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയണം. ളുഹറിൻ്റെ മുമ്പ് 2, ശേഷം 2 അങ്ങനെയൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇനി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. അഫല അക്കൂനു അബ്ദൻ ഷക്കൂറ. ഇത് ആരോട് പറഞ്ഞതാണ്? ചോദ്യം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതാണ്. അഫല അക്കൂനു അബ്ദൻ ഷക്കൂറ. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടതില്ലയോ? അഫല അക്കൂനു അബ്ദൻ ഷക്കൂറ. അർത്ഥം എഴുതാൻ വരും. ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടയില്ലോ. ആര് പറഞ്ഞതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോടാണ് പറഞ്ഞത്. എന്താണ് പറയാനുണ്ടായ കാരണം? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. കൂടുതൽ നിസ്കരിച്ചതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നീര് വന്നിരുന്നു. ഇത് കണ്ട ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചതാണ്, എന്തിന് അങ്ങ് ഇങ്ങനെ കഷ്ടപ്പെടുന്നു? അങ്ങ് പാപ സുരക്ഷിതരല്ലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് പറഞ്ഞതാണ് അഫല അക്കൂനു അബ്ദൻ ഷക്കൂറ. മനസ്സിലാക്കി പഠിക്കുക. അഫല അക്കൂനു അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടതില്ലോ. അപ്പോൾ ഈ 4ാമത്തെ പാഠത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് അതിൻ്റെ തദ്രിവാത്തിൽ ഫിലിന്ദ ബ്ലാൻസൊക്കെ എന്തായാലും പഠിക്കുക. പിന്നെ ഈ വരുന്ന നിസ്കാരവും അതിൻ്റെ സമയവും റക്അത്തുകളുടെ എണ്ണവും വരുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് മുഴുവനായിട്ട് പഠിക്കുക. നമുക്ക് വരും. ഇതിന് ഏതെങ്കിലും ഒരു നിസ്കാരം വരും. അതിൻ്റെ സമയം എപ്പോഴാണ്, അത് എത്ര റക്അത്താണ് എന്ന് വരും. മാച്ച് ചെയ്യാൻ വരാം, വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ വരാം. റമളാനിൽ ഇശാ നിസ്കരിച്ചതിന് ശേഷം സുബ്ഹ് വരെയാണ് തറാവീഹിൻ്റെ സമയം.
ലുഹാ നിസ്കാരത്തിൻ്റെ സമയം എപ്പോൾ? സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ ഉച്ചയാകുന്നത് വരെയാണ് ലുഹായുടെ നിസ്കാരം. അതുപോലെ പള്ളിയിൽ കയറി ഇരിക്കുന്നതിന് മുമ്പുള്ള നിസ്കാരം ഏത്? തഹിയ്യത്ത് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം എത്ര റക്അത്ത്? 4 റക്അത്ത്. അങ്ങനെ ഏത് രീതിയിൽ ഇതിൽ നിന്ന് ചോദ്യം വരാം. അപ്പം അതുപോലെ എല്ലാ ചോദ്യവും എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാൻ കഴിയുന്ന രീതിയിൽ ഈ ഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ അത് നിർബന്ധമാണ്. എല്ലാവരും മറക്കാതെ എന്തായാലും ചെയ്യാം. ഒരു ചോദ്യം നിർബന്ധമായിട്ടും ഇതിൽ നിന്ന് വരാം. അപ്പോൾ 4 പാഠങ്ങളാണ് നമ്മൾ ഈ പാർട്ട് 1 ഉൾപ്പെടുത്തി വീഡിയോ കംപ്ലീറ്റ് ആക്കുന്നത്. ബാക്കി പാഠങ്ങളുമായി അടുത്ത വീഡിയോ പാർട്ട് 2 ഫിഖ്ഹുൽ ഇസ്ലാം റിവിഷൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.